ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് LDC 100 Days ചലഞ്ച് ഡേ 66 ആണ്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, LDC 100 Days ചലഞ്ച് ഡേ 66 ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇന്ന് എന്താണ് പഠിക്കാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള PSC പുറത്തിറക്കുന്ന PSC ബുള്ളറ്റിനിലെ തിരഞ്ഞെടുക്കപ്പെട്ട 50 പ്രസ്താവന ചോദ്യങ്ങളാണ്. സുഹൃത്തുക്കൾ പഠിക്കുക, ഈ പ്രസ്താവന ചോദ്യങ്ങൾ ചോദിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. ശ്രദ്ധിക്കുക, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പുറത്തിറക്കുന്ന PSC ബുള്ളറ്റിൻ എന്ന് പറയുന്ന പതിപ്പിൽ നിന്നും തിരഞ്ഞെടുത്ത 50 പ്രസ്താവന ചോദ്യങ്ങളാണ്. പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ ചോദ്യങ്ങളെന്ന്. 19ാമത്തെ ചോദ്യം, പഴശ്ശിരാജയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? പഴശ്ശിരാജയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണെന്നാണ്. പുരളിശമ്മൻ എന്ന പേരിൽ അറിയപ്പെടുന്ന രാജാവ് പഴശ്ശിരാജ. ബി പോയിന്റ്, പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കരായിരുന്നു. ഓപ്ഷൻ സി, ഒന്നാം പഴശ്ശി വിപ്ലവ കാലഘട്ടം 1793 മുതൽ 1797 വരെ ആയിരുന്നു. ഓപ്ഷൻ ഡി, രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം 1800 മുതൽ 1805 വരെ ആയിരുന്നു. ഈ പറഞ്ഞിരിക്കുന്ന ശരിയായ പ്രസ്താവന ഏതാ സുഹൃത്തുക്കളെ? എല്ലാ പ്രസ്താവനകളും ശരിയാണ് കേട്ടോ, എല്ലാ പ്രസ്താവനകളും ശരിയാണ്. പഠിക്കുക, ഒന്നുകൂടി പറയാം. പഴശ്ശിരാജയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. പഠിക്കുക, പുരളിശമ്മൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന രാജാവ് പഴശ്ശിരാജ. പുരളിശമ്മൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന രാജാവ് പഴശ്ശിരാജ. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കര്. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കര്. ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം 1793 മുതൽ 1797 വരെ. രണ്ടാം പഴശ്ശി വിപ്ലവ കാലഘട്ടം 1800 മുതൽ 1805 വരെയാണ്. പഠിക്കുക. 20ാമത്തെ ചോദ്യം, ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. 20ാമത്തെ ചോദ്യം എന്താണ്? ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. മൗലിംഗ്, അരുണാചൽ പ്രദേശ്. മൗലിംഗ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അരുണാചൽ പ്രദേശ്. വാൽമീകി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ബീഹാർ ആണ്. വാൽമീകി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ബീഹാർ ആണ്. ബ്ലൂ മൗണ്ട് സ്ഥിതി ചെയ്യുന്നത് മിസോറാം ആണ്. ബ്ലൂ മൗണ്ടൻ സ്ഥിതി ചെയ്യുന്നത് മിസോറാം ആണ്. ബെന്നാർഘട്ട സ്ഥിതി ചെയ്യുന്നത് കർണാടകയാണ്. ബെന്നാർഘട്ട സ്ഥിതി ചെയ്യുന്നത് കർണാടകയാണ്. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റും ശരിയാണ് കേട്ടോ, പഠിച്ചോളനെ. മൗലിംഗ് എന്ന് പറയുന്ന സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. മൗലിംഗ് സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലാണ്. വാൽമീകി സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലാണ്. ബ്ലൂ മൗണ്ടൻ സ്ഥിതി ചെയ്യുന്നത് മിസോറാമിലാണ്. ബെന്നാർഘട്ട സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. പഠിച്ചോളനെ. മൗലിംഗ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. വാൽമീകി സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലാണ്. ബ്ലൂ മൗണ്ടൻ സ്ഥിതി ചെയ്യുന്നത് മിസോറാമിലാണ്. ബെന്നാർഘട്ട സ്ഥിതി ചെയ്യുന്നത് കർണാടകത്തിലാണ്. പഠിക്കുക. 21ാമത്തെ ചോദ്യം, രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്നത് ഇലക്ഷൻ കമ്മീഷൻ. ഓപ്ഷൻ ബി, രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന്റെ തർക്കങ്ങൾ പരിഹരിക്കുവാനുള്ള അവകാശം സുപ്രീം കോടതിക്കാണ്. ഓപ്ഷൻ സി, രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ഓപ്ഷൻ ഡി, രാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഉപരാഷ്ട്രപതിക്കാണ്. ഇതിൽ ഏതാ സുഹൃത്തുക്കളെ ശരിയായ പ്രസ്താവന? ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. പഠിക്കുക. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രസ്താവനകളാണ് നമ്മൾ പറഞ്ഞത്. ഇതെല്ലാം ശരിയാണ്. ശ്രദ്ധിക്കുക. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്നത് ഇലക്ഷൻ കമ്മീഷൻ ആണ്. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലെ തർക്കങ്ങൾ പരിഹരിക്കുവാനുള്ള അവകാശം ആർക്കാണ്? സുപ്രീം കോടതിക്ക് മാത്രമാണ്. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലെ തർക്കങ്ങൾ പരിഹരിക്കുന്നത് സുപ്രീം കോടതിയാണ്. രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. പഠിച്ചോളനെ. രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. രാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്കാണ്? ഉപരാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഉപരാഷ്ട്രപതിക്കാണ്. പഠിക്കുക. 22ാമത്തെ ചോദ്യം, കേരള കലാരൂപവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? കേരളത്തിലെ കലാരൂപങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്നാണ് നമ്മുടെ 22ാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ നൃത്തരൂപമാണ് കൂടിയാട്ടം. ഒന്നാമത്തെ പോയിന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ചിരിക്കുന്ന ആദ്യത്തെ ഭാരതീയ നൃത്തരൂപമാണ് കൂടിയാട്ടം. കൂടിയാട്ടത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്നത് അമ്മന്നൂർ മാധവ ചാക്യാരാണ്. ഓപ്ഷൻ സി, കഥകളിയുടെ ആദ്യ രൂപമാണ് രാമനാട്ടം. ഓപ്ഷൻ ഡി, കഥകളി മുദ്രകൾക്ക് അടിസ്ഥാനമായ ഗ്രന്ഥമാണ് ഹസ്തലക്ഷണ ദീപിക. ഇതിൽ ഏതാ ശരിയായ പ്രസ്താവന? ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ് കേട്ടോ. അതുകൊണ്ട് പഠിക്കുക. കേരള കലാരൂപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ എല്ലാം ശരിയാണ്. നമുക്ക് നോക്കാം ഓരോ പ്രസ്താവനകളായിട്ട്. ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച
ഭാരതീയ നൃത്തരൂപം എന്ന് ചോദിച്ചാൽ അത് കൂടിയാട്ടമാണ്. ലോക പൈതൃകമായിട്ട് യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ നൃത്തരൂപം എന്ന് ചോദിച്ചാൽ അത് കൂടിയാട്ടമാണ്. കൂടിയാട്ടത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്നത് അമ്മന്നൂർ മാധവ ചാക്യാർ. കൂടിയാട്ടത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്നത് ആരാണ്? അമ്മന്നൂർ മാധവ ചാക്യാർ ആണ്. കഥകളിയുടെ ആദ്യ രൂപമാണ് രാമനാട്ടം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ്. കഥകളിയുടെ ആദ്യ രൂപമാണ് രാമനാട്ടം. കഥകളി മുദ്രയ്ക്ക് അടിസ്ഥാനമായ ഗ്രന്ഥമാണ് ഹസ്ത ലക്ഷണ ദീപിക. കഥകളി മുദ്രയ്ക്ക് അടിസ്ഥാനമായിട്ടുള്ള ഗ്രന്ഥമാണ് ഹസ്ത ലക്ഷണ ദീപിക. പഠിക്കുക. 23ാമത്തെ ചോദ്യം, 2024 ലോക പരിസ്ഥിതി ദിനാചരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ക്വസ്റ്റ്യൻ എന്താ സുഹൃത്തുക്കളെ? 2024 ലോക പരിസ്ഥിതി ദിനാചരണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് ജൂൺ 5 ആണ്. പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് ജൂൺ 5 ആണ്. ഓപ്ഷൻ എ. ഓപ്ഷൻ ബി, ഭൂപ്രദേശ പുനഃസ്ഥിതീകരണവും മരുഭൂമിവൽക്കരണം വരൾച്ച പൂർവ്വസ്ഥിതി പ്രാപിക്കലും എന്നതായിരുന്നു 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആശയം. ഓപ്ഷൻ സി, 2024 പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം സൗദി അറേബ്യയാണ്. ഓപ്ഷൻ ഡി, മരുഭൂമിവൽക്കരണം, ഭൂപ്രദേശങ്ങളുടെ തരം മാറ്റൽ, വരൾച്ച എന്നിവയുമായി 2024 പരിസ്ഥിതി ദിനത്തിലെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ. ഇതില് ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് ചോദിച്ചാൽ താഴെ പറയുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ് കേട്ടോ. അതുകൊണ്ട് പഠിച്ചോളുക, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സുഹൃത്തുക്കൾ പഠിക്കുക. 2024 ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. ഓപ്ഷൻ എ, പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് ജൂൺ 5 ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. എന്ന് ജൂൺ 5 സുഹൃത്തുക്കളെ? 1974 ജൂൺ 5 ആണ് കേട്ടോ. 1974 ജൂൺ 5 മുതലാണ് നമ്മൾ പരിസ്ഥിതി ദിനമായിട്ട് ജൂൺ 5 ആചരിച്ചു തുടങ്ങിയത്. അപ്പോൾ ഈ പരിസ്ഥിതി ദിനം എന്ന് പറയുന്ന ആശയം ആദ്യമായിട്ട് രൂപപ്പെട്ടത് എവിടെയാ സുഹൃത്തുക്കളെ? പരിസ്ഥിതി അല്ലെങ്കിൽ ലോക പരിസ്ഥിതി ദിനം എന്ന് പറഞ്ഞൊരു ദിനം നമുക്ക് വേണമെന്നും അന്ന് പരിസ്ഥിതിയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണമെന്നുമുള്ള ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ആദ്യമായിട്ട് രൂപപ്പെട്ടത് ഏത് ചർച്ചയിലാണെന്ന് ചോദിച്ചാൽ അത് 1972 നടന്ന UN സമ്മേളനത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. 1972 നടന്ന UN സമ്മേളനമായിരുന്നു. എവിടെ വെച്ചാണ് നടന്നത്? ഇതൊക്കെ PSC ചോദിച്ചതാണേ. എവിടെ വെച്ചാണ് നടന്നത്? സ്വീഡനിൽ വെച്ചായിരുന്നു കേട്ടോ. സ്വീഡനിൽ വെച്ച്, സ്വീഡനിലെ സ്റ്റോക്ക്ഹോം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചായിരുന്നു എന്ത് നടന്നത്? ഈ പറഞ്ഞിരിക്കുന്ന 1972 UN പരിസ്ഥിതി സമ്മേളനം നടന്നത്. ഈ UN പരിസ്ഥിതി സമ്മേളനത്തിൽ വെച്ചാണ് നമ്മുടെ ലോകത്തിൽ മൊത്തത്തിൽ ഒരു പരിസ്ഥിതി ദിനം വേണമെന്നും ആ പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ പരിസ്ഥിതിയെ കുറിച്ച് ചർച്ച ചെയ്യണമെന്നുമുള്ള തീരുമാനം വന്നത്. എന്നാൽ പരിസ്ഥിതി ദിനമായിട്ട് നമ്മൾ ആചരിക്കാൻ തുടങ്ങിയത് 1974 നടന്ന ജൂൺ 5 നടന്ന സമ്മേളനത്തിൽ മുതലാണ് കേട്ടോ. ഈ സമ്മേളനത്തിൽ എത്ര രാജ്യങ്ങൾ പങ്കെടുത്തു എന്ന് ചോദിച്ചാൽ 180 രാജ്യങ്ങൾ പങ്കെടുത്തു. ബാക്കിയുള്ള 3 പോയിന്റ് കൂടെ നമുക്ക് നോക്കാം. ഭൂപ്രദേശ പുനഃസ്ഥിതീകരണവും മരുഭൂമിവൽക്കരണം വരൾച്ച പൂർവ്വസ്ഥിതി പ്രാപിക്കലും എന്നതായിരുന്നു 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആശയം. പഠിക്കാതെ പോവല്ലേ, PSC ചോദിക്കും. ഭൂപ്രദേശ പുനഃസ്ഥിതീകരണം, മരുഭൂമിവൽക്കരണം, വരൾച്ച പൂർവ്വസ്ഥിതി പ്രാപിക്കലും എന്നതായിരുന്നു 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആശയം. 2024 പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയം വഹിച്ച രാജ്യം സൗദി അറേബ്യ ആയിരുന്നു. ഇമ്പോർട്ടന്റ് പോയിന്റ് പഠിച്ചോളണേ. 2024 പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതായിരുന്നു? സൗദി അറേബ്യ ആയിരുന്നു. മരുഭൂമിവൽക്കരണം, ഭൂപ്രദേശങ്ങളുടെ തരം മാറ്റൽ, വരൾച്ച എന്നിവയായിരുന്നു 2024 പരിസ്ഥിതി ദിനത്തിലെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ. അതുകൂടി ഒന്ന് പഠിച്ചോളണേ. മരുഭൂമിവൽക്കരണം, ഭൂപ്രദേശങ്ങളുടെ തരം മാറ്റൽ, വരൾച്ച എന്നിവയായിരുന്നു 2024 പരിസ്ഥിതി ദിനത്തിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങൾ. പഠിക്കുക. 24ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ISROയുടെ നേട്ടങ്ങൾ ഏതൊക്കെ? 24ാമത്തെ ചോദ്യം എന്താണ്? താഴെ പറയുന്നവയിൽ ISROയുടെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗിക്കാൻ കഴിയുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനമാണ് പുഷ്പക്. ഓപ്ഷൻ ബി, തമോഗർത്തങ്ങൾ, ന്യൂട്രോൺ നക്ഷത്രങ്ങൾ, നെബുലകൾ, പൾസാറുകൾ എന്നിവയെ പഠനത്തിനായിട്ട് 2024 ജനുവരിയിൽ ISRO വിക്ഷേപിച്ച ദൗത്യമാണ് എക്സ്പോസാറ്റ്. മൂന്നാമത്തെ പോയിന്റ്, ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളെ കുറിച്ച് പഠിക്കാനായി ഇന്ത്യ ആദ്യമായി വിക്ഷേപിച്ച ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ്. ഓപ്ഷൻ ഡി, ISRO വിക്ഷേപിച്ച ചിലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോം ആണ് പോയം 3. ഇതിലേതാണ് ശരിയായിട്ടുള്ള ISROയുടെ നേട്ടമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്നത് എല്ലാം ISROയുടെ നേട്ടം തന്നെയാണ് കേട്ടോ. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റും ശരിയാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗിക്കാൻ കഴിയുന്ന, അതായത്
പുതിയതായിട്ട് പിന്നെയും ഉപയോഗിക്കാൻ കഴിയുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനമാണ് പുഷ്പക്. നമ്മുടെ ചിത്രത്തിലൊക്കെ കണ്ടു കാണും പുഷ്പക് എന്നുള്ളത്. തമോഗർത്തങ്ങൾ, ന്യൂട്രോൺ നക്ഷത്രങ്ങൾ, നെബുലകൾ, പൾസാറുകൾ എന്നിവയുടെ പഠനത്തിനായിട്ട് 2024 ജനുവരിയിൽ ISRO വിക്ഷേപിച്ച ദൗത്യമാണ് എക്സ്പോസാറ്റ്. എന്താണ് എക്സ്പോസാറ്റ്? മറക്കല്ലേ, ഇമ്പോർട്ടന്റ് ആണ് എക്സ്പോസാറ്റ് കേട്ടോ. ഏതാണ് എക്സ്പോസാറ്റ്? ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ട് ഇന്ത്യ ആദ്യമായി വിക്ഷേപിച്ച ഉപഗ്രഹം ചോദിച്ചാലും അതും എക്സ്പോസാറ്റ് തന്നെയാണ് കേട്ടോ. എക്സ് എന്ന് വെച്ചാൽ എക്സ്റേ തരംഗങ്ങൾ കേട്ടോ. ബഹിരാകാശത്തെ എക്സ്റേ തരംഗങ്ങളെ കുറിച്ച് പഠിക്കാനായി ഇന്ത്യയിലെ ആദ്യത്തെ ഉപഗ്രഹം എന്ന് ചോദിച്ചാൽ അതും എക്സ്പോസാറ്റ് തന്നെയാണ്. എക്സ്പോസാറ്റ് എന്നാ സുഹൃത്തുക്കളെ വിക്ഷേപിച്ചത്? 2024 ജനുവരിയാണ്. എന്ന് പറഞ്ഞാൽ അതിലൊരു കറണ്ട് അഫയേഴ്സ് ഒളിച്ചു കിടപ്പുണ്ട്. ഓൾറെഡി PSC അത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് പഠിക്കുക. പിന്നെ എന്താ പഠിക്കാനുള്ളത്? ISRO വിക്ഷേപിച്ച ഏറ്റവും ചിലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോമാണ് പോയം 3 എന്നുള്ള POEM കേട്ടോ. പോയം 3 എന്നുള്ളത്, ഈ പോയം 3യുടെ ഫുൾ ഫോം ചോദിച്ചു കഴിഞ്ഞാൽ P എന്ന് വെച്ചാല് PSLV, O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർബിറ്റല്, O എന്ന് പറഞ്ഞാല് ഓർബിറ്റല്, അതുപോലെ E എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എക്സ്പെരിമെന്റ്, M എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൊഡ്യൂൾ കേട്ടോ. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോ POEM പോയത്തിന്റെ ഫുൾ ഫോം എന്താ സുഹൃത്തുക്കളെ? PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റ് മൊഡ്യൂൾ. PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റ് മൊഡ്യൂളിനെയാണ് നമ്മൾ പോയം 3 എന്ന് പറയുന്നത്. POEM 3, പോയം 3 എന്ന് പറയുന്നത് കേട്ടോ. പഠിച്ചോളെ സുഹൃത്തുക്കളെ, ഇമ്പോർട്ടന്റ് ആണ്. 25ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ONV കുറിപ്പിന്റെ രചനകൾ ഏതൊക്കെയെന്ന് കണ്ടെത്തുക. താഴെ പറയുന്നവയിൽ ONV കുറിപ്പിന്റെ രചനകൾ ഏതൊക്കെയെന്ന് കണ്ടെത്തുക. നമുക്ക് നോക്കാം ഏതൊക്കെയെന്ന്. ഓപ്ഷൻ എ അഗ്നിശലഭങ്ങൾ, അപരാഗ്നം, മരുഭൂമി. ഓപ്ഷൻ എ അഗ്നിശലഭങ്ങൾ, അപരാഗ്നം, മരുഭൂമി. ഓപ്ഷൻ ബി മയിൽപീലി, ഉപ്പ്, ഉജ്ജയിനി. മയിൽപീലി, ഉപ്പ്, ഉജ്ജയിനി. ഓപ്ഷൻ സി ദാഹിക്കുന്ന പാനപാത്രം, ഭൂമിക്കൊരു ചരമഗീതം, മോഹം. ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏതാണ് ONV കുറിപ്പിന്റെ രചനകൾ എന്ന് ചോദിച്ചാല് ഈ പറഞ്ഞിരിക്കുന്നത് എല്ലാം ONV കുറിപ്പിന്റെ രചനകളാണ് കേട്ടോ. പഠിച്ചോളനെ. ഉറപ്പായിട്ടും ONV കുറിപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു രചന ചോദിച്ചിരിക്കാം. പഠിക്കുക. ഏതൊക്കെയാണ് ONV കുറിപ്പിന്റെ പ്രധാനപ്പെട്ട രചനകള്? അഗ്നിശലഭങ്ങള്, അപരാഗ്നം, മരുഭൂമി, മയിൽപീലി, ഉപ്പ്, ഉജ്ജയിനി, ദാഹിക്കുന്ന പാനപാത്രം, ഭൂമിക്കൊരു ചരമഗീതം, മോഹം. ഇതില് ഭൂമിക്കൊരു ചരമഗീതം, ദാഹിക്കുന്ന പാനപാത്രം, ഉപ്പ് ഇവയെല്ലാം PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ONV കുറിപ്പിന്റെ പ്രധാനപ്പെട്ട രചനകളാണ് നമ്മൾ പറഞ്ഞത്. അഗ്നിശലഭങ്ങൾ, അപരാഗ്നം, മരുഭൂമി, മയിൽപീലി, ഉപ്പ്, ഉജ്ജയിനി, ദാഹിക്കുന്ന പാനപാത്രം, ഭൂമിക്കൊരു ചരമഗീതം, മോഹം എന്നിവയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ PSC പ്രീവിയസ് ആയി ചോദിച്ചത് ഭൂമിക്കൊരു ചരമഗീതം, ദാഹിക്കുന്ന പാനപാത്രം, ഉപ്പ് എന്നിവയാണ്. ഇത് വ്യക്തമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. 26ാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ്, 1885 ഡിസംബർ 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത്. ഓപ്ഷൻ 2, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ സമയത്തെ വൈസ്രോയി ഡഫറിൻ പ്രഭു ആയിരുന്നു. ഓപ്ഷൻ 3, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപക സെക്രട്ടറി AO ഹ്യൂമാണ്. നാലാമത്തെ പോയിന്റ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ച സ്ഥലം പൂനെ ആയിരുന്നു. പ്ലേഗ് മൂലമാണ് ഇത് മുംബൈയിലേക്ക് മാറ്റിയത്. ഇതിൽ ശരിയായ പ്രസ്താവന ഏതാ സുഹൃത്തുക്കളെ? ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. താഴെ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. പ്രസ്താവനകൾ ഓരോന്നായി നോക്കാം. 1885 ഡിസംബർ മാസം 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത്. 1885 ഡിസംബർ മാസം 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ സമയത്തെ വൈസ്രോയി ഡഫറിൻ പ്രഭു ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ സമയത്ത് വൈസ്രോയി ഡഫറിൻ പ്രഭു ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപക സെക്രട്ടറി AO ഹ്യൂം ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപക സെക്രട്ടറി AO ഹ്യൂം ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനം നടത്താൻ തീരുമാനിച്ച സ്ഥലം പൂനെ ആയിരുന്നുവെങ്കിലും പ്ലേഗ് മൂലമാണ് ഇത് മുംബൈയിലേക്ക് മാറ്റിയത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ച സ്ഥലം പൂനെ ആയിരുന്നെങ്കിലും പ്ലേഗ് മൂലമാണ് ഇത് മുംബൈയിലേക്ക് മാറ്റിയത്. പഠിക്കുക. 27ാമത്തെ ചോദ്യം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? നമുക്ക് നോക്കാം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ട പഞ്ചാബ് ഗവർണർ മൈക്കിൾ ഒ ഡയർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ട പഞ്ചാബ് ഗവർണർ ആരായിരുന്നു? മൈക്കിൾ ഒ ഡയർ ആയിരുന്നു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് പദവി ഉപേക്ഷിച്ച വ്യക്തി ചേറ്റൂർ ശങ്കരൻ നായർ.
ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ പട്ടാള ഉദ്യോഗസ്ഥൻ ജനറൽ ഡയർ ആയിരുന്നു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919 ഏപ്രിൽ 13-നാണ്. അത് ഇപ്പോഴത്തെ പഞ്ചാബിലാണ്. ഇത്രയുമാണ് പറഞ്ഞിരിക്കുന്ന പ്രസ്താവന. ഈ പ്രസ്താവനകൾ ഏതാ സുഹൃത്തുക്കളെ ശരി? എല്ലാ പ്രസ്താവനകളും ശരിയാണ് കേട്ടോ. താഴെ പറഞ്ഞിരിക്കുന്നതിലെ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ചോദിച്ചു കഴിഞ്ഞാൽ താഴെ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകളെല്ലാം ശരിയാണ്. ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ട പഞ്ചാബ് ഗവർണർ മൈക്കിൾ ഒ ഡയർ ആണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ട പഞ്ചാബ് ഗവർണർ മൈക്കിൾ ഒ ഡയർ ആണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ പ്രതിഷേധിച്ച് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് പദവി ഉപേക്ഷിച്ച വ്യക്തി ചേറ്റൂർ ശങ്കരൻ നായർ ആണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ പട്ടാള ഉദ്യോഗസ്ഥനാണെങ്കിൽ അത് ജനറൽ ഡയർ ആണ് കേട്ടോ. മൈക്കിൾ ഒ ഡയർ അല്ല, ജനറൽ ഡയർ ആണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919 ഏപ്രിൽ 13-നാണ്. 1919 ഏപ്രിൽ 13-നാണ്. അത് എവിടെയാണ്? പഞ്ചാബ് എന്ന് പറയുന്ന സംസ്ഥാനത്താണ് കേട്ടോ. ഇപ്പോഴത്തെ നമ്മുടെ പഞ്ചാബ് സംസ്ഥാനത്തിലാണ് പഠിക്കുന്നത്. 28-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. താഴെ പറയുന്നവയിലെ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക എന്നുള്ളതാണ്. ഓപ്ഷൻ എ, ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു. ഓപ്ഷൻ ബി, മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് 1976-ലെ 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. ഓപ്ഷൻ സി, സൊറൻ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. ഓപ്ഷൻ ഡി, 42-ാം ഭരണഘടനാ ഭേദഗതി വഴി 10 മൗലിക കടമകൾ ഉൾപ്പെടുത്തി. 86-ാം ഭരണഘടനാ ഭേദഗതി വഴി 11-ാമത് മൗലിക കടമ കൂടി കൂട്ടിച്ചേർത്തു. ഇങ്ങനെ ആകെ 11 മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയ്ക്കുണ്ട്. ഇതിൽ ഏതാ സുഹൃത്തുക്കളെ ശരിയായ പ്രസ്താവന? ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അതുകൊണ്ട് പഠിക്കാൻ നമുക്ക്. ഒന്നാമതായി പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു. ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് 1976-ലെ 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് 1976-ലെ 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. സൊറൻ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. സൊറൻ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. 42-ാം ഭരണഘടനാ ഭേദഗതി വഴി 10 മൗലിക കടമകൾ ഉൾപ്പെടുത്തുകയും 86-ാം ഭരണഘടനാ ഭേദഗതി വഴി 11-ാമത്തെ മൗലിക കടമ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഇങ്ങനെ ഇപ്പോ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ മൊത്തം 11 മൗലിക കടമകളുണ്ട്. ഒന്നുകൂടി പറയാം. 42-ാം ഭരണഘടനാ ഭേദഗതി വഴി ആദ്യം 10 മൗലിക കടമകൾ ഉൾപ്പെടുത്തുകയും 86-ാം ഭരണഘടനാ ഭേദഗതി വഴി 11-ാമത്തെ മൗലിക കടമയും കൂട്ടിച്ചേർത്തതോടുകൂടി ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് 11 മൗലിക കടമകളുണ്ട്. പഠിക്കുക. 29-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഇന്റർനെറ്റിലൂടെ അനുവാദം കൂടാതെ മറ്റു വ്യക്തികൾക്ക് കമ്പ്യൂട്ടറിലേക്കുള്ള പ്രവേശനം തടയുന്ന ഉപാധിയാണ് ഫയർവാൾ. പ്രകാശം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വയർലെസ് നെറ്റ്വർക്കിംഗ് സംവിധാനമാണ് ലിഫി അഥവാ LIFI. ഓപ്ഷൻ സി, ഒരു മുറിയോ കെട്ടിടത്തിലെയോ കമ്പ്യൂട്ടറുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ലാൻ എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ ഡി, അനലോഗ് സിഗ്നലുകളെ ഡിജിറ്റൽ സിഗ്നലുകളാക്കി മാറ്റുകയും തിരിച്ചും ചെയ്യുന്നതാണ് ഉപകരണമാണ് മോഡം. ഇതിൽ ഏതാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ് കേട്ടോ. കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഇന്റർനെറ്റിലൂടെ അനുവാദം കൂടാതെ മറ്റു വ്യക്തികൾക്ക് കമ്പ്യൂട്ടറിലേക്കുള്ള പ്രവേശനം തടയുന്ന ഉപാധിയാണ് ഫയർവാൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പ്രകാശം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വയർലെസ് നെറ്റ്വർക്കിംഗ് സംവിധാനമാണ് ലിഫി എന്ന പേരിൽ അറിയപ്പെടുന്നത്. പ്രകാശം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വയർലെസ് നെറ്റ്വർക്കിംഗ് സംവിധാനമാണ് ലിഫി എന്നറിയപ്പെടുന്നത്. ഒരു മുറിയെയോ കെട്ടിടത്തെയോ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനെ ലാൻ അഥവാ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്നറിയപ്പെടുന്നു. ഒരു മുറിയിലെയോ ഒരു കെട്ടിടത്തിലെയോ കമ്പ്യൂട്ടറുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനെ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് അഥവാ ലാൻ എന്നറിയപ്പെടുന്നു. അനലോഗ് സിഗ്നലുകളെ ഡിജിറ്റൽ ആക്കുകയും അതിനെ തിരിച്ചും അതായത് ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗ് സിഗ്നലുകളാക്കി മാറ്റുകയും ചെയ്യുന്ന ഉപകരണമാണ് മോഡം എന്ന് പറയുന്നത്. പഠിക്കുക. അനലോഗ് സിഗ്നലുകളെ ഡിജിറ്റൽ ആക്കുകയും തിരിച്ച് ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗ് ആക്കുകയും ചെയ്യുന്ന ഉപകരണം എന്ന് ചോദിച്ചാൽ അത് മോഡമാണ്. പഠിക്കും. 30-ാമത്തെ ചോദ്യം, ഉഷ്ണതരംഗവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? നമ്മൾ ഒരുപാട് അനുഭവിച്ചല്ലേ ഉഷ്ണതരംഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഭാഗത്ത് നിന്ന് ഉറപ്പായിട്ടും ചോദ്യം പ്രതീക്ഷിക്കാം. ഉഷ്ണതരംഗവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ,
ഏറെക്കാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഉയർന്ന ചൂട് കൂടിയ കാലാവസ്ഥയാണ് ഉഷ്ണതരംഗം എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ ബി, ഒരു പ്രദേശത്ത് സാധാരണ താപനിലയിൽ നിന്നും 6.5 ഡിഗ്രി മുകളിലായാൽ ഇതിനെ തീവ്ര ഉഷ്ണതരംഗ പരിധിയിൽ പെടുത്തുന്നു. ഓപ്ഷൻ സി, ആഗോള താപനത്തിന്റെ ഫലമായി ധ്രുവപ്രദേശങ്ങളിൽ കൂടുതൽ ചൂട് പിടിക്കുന്ന പ്രതിഭാസം അറിയപ്പെടുന്ന പേരാണ് ആർട്ടിക് പ്രവർത്തനം. ആർട്ടിക് പ്രവർത്തനമല്ലേ ആർട്ടിക് പ്രവർത്തനം അഥവാ ആർട്ടിക് ആംപ്ലിഫിക്കേഷൻ. ഓപ്ഷൻ ഡി, ആർട്ടിക് പ്രവർത്തനത്തിന്റെ ഫലമായി രൂപപ്പെടുന്ന മന്ദഗതിയിൽ ചലിക്കുന്ന വർത്തുള ഉഷ്ണ തരംഗങ്ങളാണ് റോസ്ബി തരംഗങ്ങൾ എന്നറിയപ്പെടുന്നത്. റോസ്ബി തരംഗങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഇതിൽ ശരിയായ പ്രസ്താവന ഏതാ സുഹൃത്തുക്കളെ? ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. പഠിക്കുക. ഉഷ്ണതരംഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തെ പ്രസ്താവന നമുക്ക് പഠിക്കാം. ഏറെക്കാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഉയർന്ന ചൂട് കൂടിയ കാലാവസ്ഥയാണ് ഉഷ്ണതരംഗം എന്നറിയപ്പെടുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് ഒരു തരംഗമൊന്നും അല്ല കേട്ടോ. നമ്മുടെ ഈ പറയുന്ന സൂര്യൻ എന്ന് വരുന്ന തരംഗമെന്നും അല്ല. എന്താണ് ഉഷ്ണതരംഗം എന്ന് പറയുന്നത്? കൃത്യമായിട്ട് ഉഷ്ണതരംഗം എന്ന് പറയുന്നതിന്റെ നിർവചനം എന്തെന്ന് ചോദിച്ചാൽ, ഏറെക്കാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു പ്രദേശത്തെ ഉയർന്ന ചൂട് കൂടിയ കാലാവസ്ഥ അറിയപ്പെടുന്ന പേരാണ് ഉഷ്ണതരംഗം എന്നല്ലാതെ ഇതൊരു തരംഗമെന്നുമല്ല, ഒരു കാലാവസ്ഥ പ്രതിഭാസം മാത്രമാണ് എന്തെന്ന് പറയുന്നത് ഉഷ്ണതരംഗം എന്ന് പറയുന്നത്. ഒരു പ്രദേശത്തെ സാധാരണ താപനിലയിൽ നിന്നും 6.5 ഡിഗ്രി മുകളിലായി കഴിഞ്ഞാൽ ഇതിനെ തീവ്ര ഉഷ്ണതരംഗ പരിധിയിൽ പെടുത്തുന്നു. അതായത് നമ്മുടെ നാട്ടിൻ പ്രദേശത്തിൽ ഒരു 36-37 ഡിഗ്രി സെൽഷ്യസ് ആണ് സാധാരണ താപനില എന്ന് കരുതുക. അതിൽ നിന്നും 6.5 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില കൂടിക്കഴിഞ്ഞാൽ അത്തരം പ്രദേശങ്ങളെ നമ്മൾ തീവ്ര ഉഷ്ണതരംഗ പരിധിയിൽ പെടുത്തുന്നു. തീവ്ര ഉഷ്ണതരംഗ പരിധിയിൽ പെടുത്തുന്നു. ആഗോള താപനത്തിന്റെ ഫലമായി ധ്രുവപ്രദേശങ്ങളിൽ കൂടുതൽ ചൂട് പിടിക്കുന്ന പ്രതിഭാസം അറിയപ്പെടുന്ന പേരാണ് ആർട്ടിക് പ്രവർത്തനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആർട്ടിക് ആംപ്ലിഫിക്കേഷൻ. അപ്പോൾ ആഗോള താപനത്തിന്റെ ഫലമായിട്ട് ധ്രുവപ്രദേശങ്ങളിൽ കൂടുതൽ ചൂട് പിടിക്കുന്ന പ്രതിഭാസം അറിയപ്പെടുന്ന പേരാണ് ആർട്ടിക് പ്രവർത്തനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആർട്ടിക് ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നു. ഈ ആർട്ടിക് പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് രൂപപ്പെടുന്ന മന്ദഗതിയിൽ ചലിക്കുന്ന വർത്തുള ഉഷ്ണതരംഗങ്ങളാണ് റോസ്ബി തരംഗങ്ങൾ. ആർട്ടിക് പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് രൂപപ്പെടുന്ന മന്ദഗതിയിൽ ചലിക്കുന്ന വർത്തുള തരംഗങ്ങൾ അറിയപ്പെടുന്ന പേരാണ് റോസ്ബി തരംഗങ്ങൾ. പഠിക്കുക. 31ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഗരുഡി ഗാംപെ കർണാടക. ഗരുഡി ഗാംപെ കർണാടക. ഐപ്പൻ ചിത്രകല ഉത്തരാഖണ്ഡ്. ഐപ്പൻ ചിത്രകല ഉത്തരാഖണ്ഡ്. ചാത്രാരി നൃത്തം ഹിമാചൽ പ്രദേശ്. ചാത്രാരി നൃത്തം ഹിമാചൽ പ്രദേശ്. ഇവയെ ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് ഓപ്ഷൻ ഡി. ഇവയെല്ലാം ശരിയാണ് കേട്ടോ. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം PSC എടുത്തിട്ട് ഏത് സംസ്ഥാനത്ത് നിന്ന് ചോദിക്കും. പക്കയാണ്, പഠിച്ചോളനെ. ഗരുഡി ഗാംപെ കർണാടക. ഗരുഡി ഗാംപെ കർണാടക. എന്താ സുഹൃത്തുക്കളെ ഈ ഗരുഡി ഗാംപെ എന്ന് വെച്ചാൽ? ഇത് തടിയിൽ നിർമ്മിക്കുന്ന ഏകദേശം 15-16 മീറ്റർ ഉള്ള വലിയ ബൊമ്മകളാണ് കേട്ടോ, അല്ലെങ്കിൽ വലിയ പാവകളാണ് കേട്ടോ. ഈ പാവകളെ അവിടുത്തെ ഉത്സവ സമയത്ത് എന്ത് ചെയ്യും? ആൾക്കാർ തലയ്ക്ക് ചുമന്ന് ഇങ്ങനെ കൊണ്ടു നടക്കും. ഈ ഗരുഡി ഗാംപെ പാവകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഈ പാവകൾ അറിയപ്പെടുന്ന പേരാണ് മാന്ത്രിക പാവ എന്ന് കേട്ടോ. കർണാടകത്തില് മാന്ത്രിക പാവ എന്നറിയപ്പെടുന്നത്, മാന്ത്രിക പാവ എന്നറിയപ്പെടുന്നത് ആരും ചോദിച്ചാല് ഈ ഗരുഡി ഗാംബയാണ് കേട്ടോ. അപ്പൊ ഗരുഡി ഗാംബയുടെ പ്രത്യേകത മനസ്സിലായല്ലോ. എന്താ ഗരുഡി ഗാംബയുടെ പ്രത്യേകത? ഒന്നാമത്തെ പ്രത്യേകത, ഇത് മരത്തിൽ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ തടിയിൽ നിർമ്മിക്കുന്ന 15-16 മീറ്ററുമുള്ള വലിപ്പം കൂടിയ പാവകളാണ്. ഈ പാവകൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ അവിടെ ഉത്സവ സമയത്ത് അവരെന്ത് ചെയ്യും? ഇങ്ങനെ കൊണ്ടു നടക്കും കേട്ടോ, അലങ്കരിച്ച് കൊണ്ടു നടക്കും. ഇത് എന്തെന്ന് ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കർണാടകത്തിലെ മാന്ത്രിക പാവകൾ എന്നറിയപ്പെടുന്നത് ഈ ഗരുഡി ഗാംബയാണ്. ഏത് സംസ്ഥാനത്തുള്ളതാണ്? കർണാടക സംസ്ഥാനത്തുള്ളതാണ്. അടുത്തതാണ് അയ്യപ്പൻ ചിത്രകല. എന്താണ് അയ്യപ്പൻ ചിത്രകല? ഇത് ഉത്തരാഖണ്ഡിലെ, കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരാഖണ്ഡിന്റെ ഭാഗമായുള്ള കുമയോൺ മേഖലകളിലുള്ള വ്യക്തികൾ ചെയ്യുന്ന പ്രത്യേകതരം ചിത്രകലയാണ് ഈ അയ്യപ്പൻ ചിത്രകല എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇവര് ഈ ഗരു എന്നറിയപ്പെടുന്ന, എന്താണ് ഗരു എന്നറിയപ്പെടുന്ന പ്രത്യേകതരം കളിമണ്ണുണ്ട് കേട്ടോ. ഇതിന്റെ നിറം ചുവപ്പാണ്. അപ്പൊ ഗരു എന്ന് പറയുന്ന കളിമണ്ണിന്റെ നിറം എന്താണ്? ചുവപ്പ് നിറമാണ്. ഈ ഗരു എന്ന് പറയുന്ന കളിമണ്ണ് കൊണ്ട് ഇവര് പാത്രങ്ങൾ നിർമ്മിച്ചിട്ട് അതിനകത്ത് ബിന്വാർ എന്നറിയപ്പെടുന്ന, എന്താണ് ബിന്വാർ എന്നറിയപ്പെടുന്ന അരി അരച്ചിട്ട് അതുപയോഗിച്ച് അവരെന്ത് ചെയ്യും? ചിത്രങ്ങൾ വരയ്ക്കും കേട്ടോ. ബിന്വാർ എന്ന് പറയുന്ന അരി അരച്ച് അവരെന്ത് ചെയ്യും? അതുപയോഗിച്ച്
ഈ ഗരു എന്ന് പറയുന്ന ഈ ചുവപ്പ് കളിമണ്ണിൽ ഉണ്ടാക്കിയ ശില്പങ്ങളുണ്ടല്ലോ, അതിനകത്ത് അവരെന്ത് ചെയ്യും, ചിത്രകല നടത്തും. ഇതിനെ അറിയപ്പെടുന്ന പേരാണ് അയ്യപ്പൻ ചിത്രകല. ഇത് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് സ്ത്രീകളാണ് കേട്ടോ, സ്ത്രീകളാണ്. അതുകൊണ്ട് ചോദിക്കാൻ സാധ്യതയുണ്ട് PSC. അപ്പോൾ അയ്യപ്പൻ ചിത്രകല സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ പ്രചാരത്തിലിരിക്കുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. അവർ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ചുവപ്പ് നിറത്തിലുള്ള കളിമണ്ണിന്റെ പേരാണ് ഗരു എന്നുള്ളത്. അതുപോലെ അതിൽ വെള്ള നിറത്തിൽ അവർ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന അരി ഏതാണ് അരച്ചെടുക്കുന്നത്, അത് ബിൻവാർ ആണ്. പഠിക്കുക. ചാത്രാരി എന്ന് പറയുന്ന നൃത്തരൂപം എവിടെയാണ്, ഹിമാചൽ പ്രദേശിലാണ്. ചാത്രാരി എന്ന നൃത്തരൂപം സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ്. പഠിക്കുക. 32ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ റൗലറ്റ് ആക്ടുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? താഴെ പറയുന്നവയിലെ റൗലറ്റ് ആക്ടുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? റൗലറ്റ് ആക്ട് പുറപ്പെടുവിച്ച വർഷം 1919. റൗലറ്റ് ആക്ട് പുറപ്പെടുവിച്ച വർഷം 1919. ഓപ്ഷൻ ബി, ഈ നിയമപ്രകാരം ഭീകരവാദികളായി സംശയിക്കുന്ന ഏതൊരാളെയും വിചാരണ കൂടാതെ 2 വർഷം വരെ തടവിലാക്കാൻ ബ്രിട്ടീഷുകാർക്ക് അധികാരം നൽകുന്നു. ഓപ്ഷൻ സി, റൗലറ്റ് ആക്ടുമായി ബന്ധപ്പെട്ടാണ് 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. ഓപ്ഷൻ ഡി, അനാർക്കിയൽ ആൻഡ് റെവല്യൂഷണറി ക്രൈം ആക്ട് എന്നറിയപ്പെടുന്നത് റൗലറ്റ് ആക്ട് ആണ്. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. പഠിക്കാൻ നമുക്ക്. അപ്പോൾ താഴെ പറയുന്ന റൗലറ്റ് ആക്ടുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. എല്ലാ പ്രസ്താവനയും ശരിയാണ്. നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. റൗലറ്റ് ആക്ട് പുറപ്പെടുവിച്ച വർഷം 1919. റൗലറ്റ് ആക്ട് പുറപ്പെടുവിച്ച വർഷം 1919. ഈ നിയമപ്രകാരം ഭീകരവാദികളായി സംശയിക്കുന്ന ഏതൊരാളെയും വിചാരണ കൂടാതെ 2 വർഷം വരെ തടവിൽ വെക്കാൻ ബ്രിട്ടീഷുകാർക്ക് അധികാരമുണ്ട്. ഈ നിയമപ്രകാരം അല്ലെങ്കിൽ റൗലറ്റ് ആക്ട് പ്രകാരം ഭീകരവാദികളായി സംശയിക്കുന്ന ഏതൊരാളെയും വിചാരണ കൂടാതെ 2 വർഷം വരെ തടവിലാക്കാൻ ബ്രിട്ടീഷ് സർക്കാരിന് അധികാരമുണ്ടായിരുന്നു. അതുപോലെ തന്നെ റൗലറ്റ് ആക്ടുമായി ബന്ധപ്പെട്ട് 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് പഠിച്ചോളനെ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കാൻ കാരണം റൗലറ്റ് ആക്ട് ആണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919 ഏപ്രിൽ മാസം 13 പഠിക്കുക. അതുപോലെ തന്നെ അനാർക്കിയൽ ആൻഡ് റെവല്യൂഷണറി ക്രൈം ആക്ട് എന്നറിയപ്പെടുന്നത് റൗലറ്റ് ആക്ട് ആണ്. അനാർക്കിയൽ ആൻഡ് റെവല്യൂഷണറി ക്രൈം ആക്ട് എന്നറിയപ്പെടുന്നത് റൗലറ്റ് ആക്ട് ആണ്. പഠിക്കുക. 33ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. എ, മാർച്ച് മുതൽ ജൂൺ വരെയുള്ള കാലയളവിലാണ് സൈദ് വിളകൾ കൃഷി ചെയ്യുന്നത്. ഓപ്ഷൻ ബി, ജൂൺ ജൂലൈ മാസത്തിൽ കൃഷി ആരംഭിച്ച് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ വിളവെടുക്കുന്നതാണ് ഖാരിഫ് വിളകൾ. ഓപ്ഷൻ സി, ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ കൃഷി ആരംഭിച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ വിളവെടുക്കുന്നതാണ് റാബി വിളകൾ. ഇതിൽ ശരിയായ പ്രസ്താവന എന്ന് ചോദിച്ചാൽ താഴെ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരി തന്നെയാണ്. പഠിക്കാൻ നമുക്ക്. മാർച്ച് മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ കൃഷി ചെയ്യുന്ന വിളകളാണ് സൈദ് വിളകൾ എന്നറിയപ്പെടുന്നത്. മാർച്ച് മാസം മുതൽ ജൂൺ മാസം വരെയുള്ള കാലയളവിൽ കൃഷി ചെയ്യുന്ന വിളകളാണ് സെയ്ദ് വിളകൾ എന്നറിയപ്പെടുന്നത്. ജൂൺ ജൂലൈ മാസത്തിൽ കൃഷി ആരംഭിച്ച് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ വിളവെടുക്കുന്നതാണ് ഖാരിഫ് വിളകള്. ജൂൺ ജൂലൈ മാസത്തിൽ കൃഷി ആരംഭിച്ച് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ വിളവെടുക്കുന്നതാണ് ഖാരിഫ് വിളകൾ എന്ന് പറയുന്നത്. ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ കൃഷി ആരംഭിച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ വിളവെടുക്കുന്നതാണ് റാബി വിളകൾ. ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ കൃഷി ആരംഭിച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ വിളവെടുക്കുന്നതാണ് റാബി വിളകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ 3 പോയിന്റും സുഹൃത്തുക്കൾ പഠിച്ചു വെക്കുക. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. നമ്മുടെ 34ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ അനുച്ഛേദം 32മായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? താഴെ പറയുന്നവയിൽ അനുച്ഛേദം 32മായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, അനുച്ഛേദം 32 ഭരണഘടനാപരമായ പ്രതിവിധികളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. അനുച്ഛേദം 32 ഭരണഘടനാപരമായ പ്രതിവിധികളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഓപ്ഷൻ ബി, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നറിയപ്പെടുന്നത് അനുച്ഛേദം 32. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നറിയപ്പെടുന്നത് അനുച്ഛേദം 32. ഓപ്ഷൻ സി, ആർട്ടിക്കിൾ 32 പ്രകാരമാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്. ആർട്ടിക്കിൾ 32 പ്രകാരമാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്. ഇതിൽ ഏതാ സുഹൃത്തുക്കളെ ശരി? താഴെ പറഞ്ഞ എല്ലാ പോയിന്റും ശരിയാണ്. അപ്പോൾ നമുക്കൊന്നുകൂടി പഠിക്കാം. ആർട്ടിക്കിൾ 32മായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അനുച്ഛേദം 32 അല്ലെങ്കിൽ ആർട്ടിക്കിൾ 32
ഭരണഘടനാപരമായ പ്രതിവിധികളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ആർട്ടിക്കിൾ 32 ഭരണഘടനാപരമായ പ്രതിവിധികളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 32. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നറിയപ്പെടുന്നത് അനുച്ഛേദം 32. ആർട്ടിക്കിൾ 32 പ്രകാരമാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്. ആർട്ടിക്കിൾ 32 പ്രകാരമാണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത്. പഠിക്കുക. 35ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ കോണ്ടൂർ രേഖകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? കോണ്ടൂർ രേഖകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ, സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള പ്രദേശങ്ങളെ ചേർത്തുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് കോണ്ടൂർ രേഖകൾ. സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള പ്രദേശങ്ങളെ ചേർത്തുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് കോണ്ടൂർ രേഖകൾ. ഓപ്ഷൻ ബി എന്താണ്? ഒരു പ്രദേശത്തിന്റെ കിടപ്പ് അല്ലെങ്കിൽ രൂപം മനസ്സിലാക്കുവാൻ കോണ്ടൂർ രേഖകൾ സഹായിക്കുന്നു. ഓപ്ഷൻ സി, ധാരാധരീയ ഭൂപടങ്ങളിൽ കോണ്ടൂർ രേഖകൾ തവിട്ട് നിറത്തിൽ കാണപ്പെടുന്നു. ഇതിൽ ഏതാ സുഹൃത്തുക്കളെ ശരിയായിട്ടുള്ളത്? ഈ പറഞ്ഞിരിക്കുന്ന 3 പോയിന്റ്സും ശരിയാണ്. അതുകൊണ്ട് നമുക്ക് പഠിക്കാം. കോണ്ടൂർ രേഖകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണ് ആ പോയിന്റ്? സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള പ്രദേശങ്ങളെ ചേർത്തുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകൾ അറിയപ്പെടുന്ന പേരാണ് കോണ്ടൂർ രേഖകൾ. ഒരു പ്രദേശത്തിന്റെ കിടപ്പ് അല്ലെങ്കിൽ രൂപം മനസ്സിലാക്കുവാൻ കോണ്ടൂർ രേഖകൾ സഹായിക്കുന്നു. ധാരാതലീയ ഭൂപടങ്ങളിൽ കോണ്ടൂർ രേഖകൾ തവിട്ട് നിറത്തിലാണ് കാണപ്പെടുന്നത്. ധാരാതലീയ ഭൂപടങ്ങളിൽ കോണ്ടൂർ രേഖകൾ തവിട്ട് നിറത്തിലാണ് കാണപ്പെടുന്നത്. പഠിക്കുക. 36ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. സാധുജന ദൂതൻ എന്നുള്ള പത്രം ആരംഭിച്ചത് പാമ്പാടി ജോൺ ജോസഫ്. സാധുജന ദൂതൻ എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? പാമ്പാടി ജോൺ ജോസഫ് ആണ്. ഹരിജൻ എന്നുള്ള പത്രം ആരംഭിച്ചത് KP വള്ളോൻ. ഹരിജൻ എന്നുള്ള പത്രം ആരംഭിച്ചത് KP വള്ളോനാണ്. മിതവാദി പത്രം ആരംഭിച്ചത് C കൃഷ്ണനാണ്. മിതവാദി പത്രം ആരംഭിച്ചത് ആരാണ്? C കൃഷ്ണനാണ്. അൽ ഇസ്ലാം പത്രം ആരംഭിച്ചത് വക്കം മൗലവിയാണ്. ഇതെല്ലാം ശരിയാണ് കേട്ടോ. ഇങ്ങനെ അങ്ങ് പഠിച്ചോളണേ. സാധുജന ദൂതൻ എന്ന് പറയുന്ന പത്രം ആരംഭിച്ചത് പാമ്പാടി ജോൺ ജോസഫ്. ഹരിജൻ എന്നുള്ള പത്രം ആരംഭിച്ചത് KP വള്ളോനാണ്. മിതവാദി പത്രത്തിന്റെ സ്ഥാപകൻ C കൃഷ്ണനാണ്. അൽ ഇസ്ലാം പത്രത്തിന്റെ സ്ഥാപകൻ വക്കം മൗലവിയാണ്. പഠിക്കുക. 37ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ 2 ലോകസഭാ സീറ്റുകൾ വീതമുള്ള സംസ്ഥാനങ്ങളുടെ ഗ്രൂപ്പ് തിരിച്ചറിയുക. ഓപ്ഷൻ എ, ത്രിപുര, അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, ഗോവ. ഓപ്ഷൻ ബി, മണിപ്പൂർ, ഗോവ, ഹിമാചൽ പ്രദേശ്, മിസോറാം. ഓപ്ഷൻ സി, മേഘാലയ, ത്രിപുര, ഹിമാചൽ പ്രദേശ്. ഓപ്ഷൻ ഡി, മിസോറാം, നാഗാലാൻഡ്, മണിപ്പൂർ, സിക്കിം. ഇതിൽ ഏതാ സുഹൃത്തുക്കളെ 2 ലോകസഭാ സീറ്റുകൾ വീതമുള്ള സംസ്ഥാനങ്ങളുടെ ഗ്രൂപ്പ്? ഓപ്ഷൻ എ ആണ് കേട്ടോ. പഠിച്ചോളണേ. അപ്പോൾ 2 ലോകസഭാ സീറ്റുകൾ വീതമുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ത്രിപുര, അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, ഗോവ. ഏതൊക്കെയാണ്? ത്രിപുര, അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, ഗോവ എന്നിവയാണ്. പഠിക്കുക. 38ാമത്തെ ചോദ്യം, വാറന്റ് കേസ് എന്നാൽ എന്ത്? വാറന്റ് കേസ് എന്നാൽ എന്ത്? ഓപ്ഷൻ എ, വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റമായി ബന്ധപ്പെട്ട കേസ്. ഓപ്ഷൻ ബി, ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റവുമായി ബന്ധപ്പെട്ട കേസ്. ഓപ്ഷൻ സി, 2 വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റവുമായി ബന്ധപ്പെട്ട കേസ്. ഇതിൽ ഏതാണ് വാറന്റ് കേസ് എന്ന് ചോദിച്ചാൽ ഇതിൽ 3ഉം ശരിയാണ് കേട്ടോ. പഠിച്ചോളണേ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതിൽ 3ഉം ശരിയാണ്. അപ്പോൾ വാറന്റ് കേസ് എന്നാൽ എന്താണ്? വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റവുമായി ബന്ധപ്പെട്ട കേസിനെ നമുക്ക് വാറന്റ് കേസ് എന്ന് പറയാം. അപ്പോൾ എന്താണ്? വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റവുമായി ബന്ധപ്പെട്ട കേസിനെ നമുക്ക് വാറന്റ് കേസ് എന്ന് പറയാം. ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റവുമായി ബന്ധപ്പെട്ട കേസാണെങ്കിൽ അതിനെയും നമുക്ക് വാറന്റ് കേസ് എന്ന് പറയാം. ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റവുമായി ബന്ധപ്പെട്ട കേസിനെയും നമുക്ക് വാറന്റ് കേസ് എന്ന് പറയാം. 2 വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റവുമായി ബന്ധപ്പെട്ട കേസിനെ വാറന്റ് കേസ് എന്ന് പറയാം. 2 വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റവുമായി ബന്ധപ്പെട്ട കേസിനെ നമുക്ക് വാറന്റ് കേസ് എന്ന് പറയാം. പഠിക്കുക. 39ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഇന്ത്യയിൽ ആദ്യമായി സാമുദായിക സംവരണം ഏർപ്പെടുത്തിയ ഭരണപരിഷ്കാരമായിരുന്നു മിന്റോ മോർലി ഭരണപരിഷ്കാരം. 1909 പാസാക്കിയ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ആക്ട് എന്നറിയപ്പെടുന്നത് മിന്റോ മോർലി ഭരണപരിഷ്കാരമാണ്. ഓപ്ഷൻ സി, വൈസ്രോയിയുടെ കൗൺസിലിലേക്ക് ഇന്ത്യക്കാരെ തിരഞ്ഞെടുത്തു തുടങ്ങിയതിന് കാരണമായ പരിഷ്കരണമാണ് മിന്റോ മോർലി ഭരണപരിഷ്കരണം. ഇതിൽ ഏതാണ് ശരിയെന്ന് ചോദിച്ച സുഹൃത്തുക്കളെ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റും ശരിയാണ് കേട്ടോ. അതുകൊണ്ട് പഠിക്കുക. ഇന്ത്യയിൽ ആദ്യമായിട്ട് സാമുദായിക സംവരണം ഏർപ്പെടുത്തിയ ഭരണപരിഷ്കരണമാണ് മിന്റോ മോർലി ഭരണപരിഷ്കാരം. ഇന്ത്യയിൽ ആദ്യമായിട്ട് സാമുദായിക സംവരണം ഏർപ്പെടുത്തിയ ഭരണപരിഷ്കാരമായിരുന്നു മിന്റോ മോർലി ഭരണപരിഷ്കാരം. 1909 പാസാക്കിയ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ആക്ട് എന്നറിയപ്പെടുന്നത് മിന്റോ മോർലി ഭരണപരിഷ്കാരമാണ്.
വൈസ്രോയിയുടെ കൗൺസിലിലേക്ക് ഇന്ത്യക്കാരെ തിരഞ്ഞെടുത്തു തുടങ്ങിയതിന് കാരണമായ ഭരണപരിഷ്കാരമാണ് മിന്റോ മോർലി ഭരണപരിഷ്കാരം. വൈസ്രോയിയുടെ കൗൺസിലിലേക്ക് ഇന്ത്യക്കാരെ തിരഞ്ഞെടുത്തു തുടങ്ങിയതിന് കാരണമായ ഭരണപരിഷ്കാരമാണ് മിന്റോ മോർലി ഭരണപരിഷ്കാരം. പഠിക്കുക. 40ാമത്തെ ചോദ്യം, റിസർവ് ബാങ്കുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം മുംബൈ. ഓപ്ഷൻ ബി, 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് സ്ഥാപിതമായത്. ഓപ്ഷൻ സി, IMF പ്രതിദാനം ചെയ്യുന്നത് റിസർവ് ബാങ്ക് ആണ്. ഓപ്ഷൻ ഡി, 25ാമത് റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് ആണ്. 25ാമത് റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് ആണ്. ഇതിലേതാ സുഹൃത്തുക്കളെ ശരി? ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റും ശരിയാണ്. ഒന്നുകൂടി നോക്കാം. റിസർവ് ബാങ്കുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് നമ്മൾ പറഞ്ഞത്. റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം മുംബൈ ആണ്. മുംബൈയിൽ എവിടെയാ സുഹൃത്തുക്കളെ? എല്ലാവർക്കും അറിയാം, നരിമാൻ പോയിന്റ് അല്ലേ? എവിടെയാണ്? മുംബൈയിലെ നരിമാൻ പോയിന്റിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് സ്ഥാപിതമായത്. 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് സ്ഥാപിതമായത്. IMF അഥവാ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടില് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് റിസർവ് ബാങ്ക് ആണ്. ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അല്ലെങ്കിൽ IMF ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ആണ്. 25ാമത് റിസർവ് ബാങ്ക് ഗവർണർ ആരെന്ന് ചോദിച്ചാൽ ശക്തികാന്ത ദാസ് ആണ്. അല്ലെങ്കിൽ PSC ചോദിക്കും ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ ആരെന്ന് ചോദിച്ചാലും ശക്തികാന്ത ദാസ് ആണ്. പഠിക്കുക. അപ്പോൾ 25ാമത് റിസർവ് ബാങ്ക് ഗവർണർ ചോദിച്ചാലും ഇപ്പോഴത്തെ കറണ്ട് റിസർവ് ബാങ്ക് ഗവർണർ ആരെന്ന് ചോദിച്ചാലും ശക്തികാന്ത ദാസ് ആണ്. പഠിക്കുക. 41ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ, 1952 ഏപ്രിൽ മാസം 3-ാം തീയതി രാജ്യസഭ നിലവിൽ വന്നത്. ഓപ്ഷൻ ബി, രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നവരുടെ എണ്ണം 12 ആണ്. ഓപ്ഷൻ സി, ഭരണഘടനയുടെ 80ാം വകുപ്പ് പ്രകാരമാണ് രാജ്യസഭ രൂപീകൃതമായത്. ഓപ്ഷൻ ഡി, രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ 250 ആണ്. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് ചോദിച്ചാല് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രസ്താവനയും ശരിയാണ് കേട്ടോ. പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. താഴെ പറയുന്ന പ്രസ്താവനകൾ രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്ന് ചോദിച്ചാൽ നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. 1952 ഏപ്രിൽ 3 രാജ്യസഭ നിലവിൽ വന്നത്. 1952 ഏപ്രിൽ 3 രാജ്യസഭ നിലവിൽ വന്നത്. രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നവരുടെ എണ്ണം 12 ആണ്. പഠിച്ചോളനെ, തെറ്റിപ്പോവല്ലേ. രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നവരുടെ എണ്ണം 12 ആണ്. ഭരണഘടനയുടെ 80ാം വകുപ്പ് അനുസരിച്ച് രാജ്യസഭ രൂപീകൃതമായി. ഭരണഘടനയുടെ 80ാം വകുപ്പ് അനുസരിച്ചാണ് രാജ്യസഭ രൂപീകൃതമായത്. രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ 250 ആണ്. രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ എത്രയാണ്? 250 ആണ്. പഠിക്കുക. താഴെ പറയുന്നവയിൽ ലോകസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? താഴെ പറയുന്നവയിൽ ലോക്സഭയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിക്കുന്നത്. പാർലമെന്റിന്റെ അധോസഭ എന്നറിയപ്പെടുന്നത് ലോകസഭയാണ്. ഓപ്ഷൻ ബി, ലോകസഭാ സെക്രട്ടേറിയറ്റിന്റെ നിയന്ത്രണാധികാരി എന്നറിയപ്പെടുന്നത് ലോകസഭാ സ്പീക്കറാണ്. ഓപ്ഷൻ സി, ലോകസഭയുടെ പരവതാനിയുടെ നിറം പച്ചയാണ്. ഓപ്ഷൻ ഡി, ലോകസഭയിലും രാജ്യസഭയിലും അംഗമായ ആദ്യത്തെ മലയാളി വനിത അമ്മു സ്വാമിനാഥനാണ്. ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റിൽ ഏതാ ശരി സുഹൃത്തുക്കളെ? എല്ലാ പോയിന്റും ശരിയാണ് കേട്ടോ. എല്ലാ പോയിന്റ്സും ശരിയാണ്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. ലോകസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? പാർലമെന്റിന്റെ അധോസഭ എന്നറിയപ്പെടുന്നത് ലോകസഭയാണ് കേട്ടോ. പാർലമെന്റിന്റെ അധോസഭ എന്നറിയപ്പെടുന്നത് ലോകസഭയും പാർലമെന്റിന്റെ ഉപരിസഭ എന്നറിയപ്പെടുന്ന രാജ്യസഭയുമാണ് കേട്ടോ. പാർലമെന്റിന്റെ അധോസഭ എന്നറിയപ്പെടുന്നത് ലോകസഭ. ലോകസഭാ സെക്രട്ടേറിയറ്റിനെ നിയന്ത്രിക്കുന്ന വ്യക്തിത്വമാരാണ്? ലോകസഭാ സ്പീക്കറാണ്. ലോകസഭാ സെക്രട്ടേറിയറ്റിന്റെ നിയന്ത്രണാധികാരി എന്നറിയപ്പെടുന്നത് ലോകസഭാ സ്പീക്കറാണ്. ലോകസഭയുടെ പരവതാനിയുടെ നിറം പച്ചയാണ്. ലോകസഭയുടെ പരവതാനിയുടെ നിറം പച്ചയാണ്. ലോകസഭയിലും രാജ്യസഭയിലും അംഗമായ ആദ്യത്തെ മലയാളി വനിത അമ്മു സ്വാമിനാഥൻ. ലോകസഭയിലും രാജ്യസഭയിലും അംഗമായ ആദ്യത്തെ മലയാളി വനിത അമ്മു സ്വാമിനാഥനാണ്. 43ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? താഴെ പറയുന്നവയിൽ പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഓപ്ഷൻ എ, പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഓപ്ഷൻ ബി, പഞ്ചായത്ത് രാജിനെ കുറിച്ച് പഠിച്ച കമ്മീഷൻ ബൽവന്തറായ് മേത്ത കമ്മീഷൻ ഏപ്രിൽ 24 ദേശീയ പഞ്ചായത്ത് രാജ് ദിനമായി ആചരിക്കുന്നു. ഓപ്ഷൻ സി, ത്രിതല പഞ്ചായത്ത് രാജ് എന്നത് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്,
ജില്ലാ പഞ്ചായത്ത് എന്നിവ ഉൾപ്പെടുന്നതാണ്. ഓപ്ഷൻ ഡി, പഞ്ചായത്ത് രാജ് നിയമം ആദ്യമായി പാർലമെന്റിൽ അവതരിപ്പിച്ചത് രാജീവ് ഗാന്ധിയാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റും ശരിയാണ് കേട്ടോ സുഹൃത്തുക്കളെ, ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റും ശരിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം, താഴെ പറയുന്നതിൽ പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഓരോന്നായിട്ട് പഠിക്കാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. പഞ്ചായത്ത് രാജിനെ കുറിച്ച് പഠിച്ച കമ്മീഷൻ ബൽവന്ത് റായ് മേത്ത കമ്മീഷൻ. പഞ്ചായത്ത് രാജിനെ കുറിച്ച് പഠിച്ച കമ്മീഷൻ ബൽവന്ത് റായ് മേത്ത കമ്മീഷൻ. ഏപ്രിൽ 24 ദേശീയ പഞ്ചായത്ത് രാജ് ദിനമായി ആചരിക്കുന്നു. ഏപ്രിൽ 24 ദേശീയ പഞ്ചായത്ത് രാജ് ദിനമായി ആചരിക്കുന്നു. ത്രിതല പഞ്ചായത്ത് രാജ് എന്നത് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിവ ഉൾപ്പെടുന്നതാണ്. ത്രിതല പഞ്ചായത്ത് രാജ് എന്നത് ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്ത് എന്നിവ ഉൾപ്പെടുന്നതാണ്. പഞ്ചായത്ത് രാജ് നിയമം ആദ്യമായി പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരാണ്? രാജീവ് ഗാന്ധിയാണ്. എന്നാൽ പാർലമെന്റ് അത് തള്ളിക്കളയുകയാണ് ചെയ്തത്. അപ്പോ പഞ്ചായത്ത് രാജ് നിയമം ആദ്യമായി പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ ഇനി തെറ്റരുത്, രാജീവ് ഗാന്ധിയാണ്. എന്നാൽ അന്ന് എന്താ സംഭവിച്ചത്? പാർലമെന്റ് ഈ നിയമം തള്ളിക്കളയുകയാണ് ചെയ്തത്. പഠിക്കുക. ഇത്രയുമായിരുന്നു നമ്മുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പുറത്തിറക്കുന്ന PSC ബുള്ളറ്റിൽ നിന്നും തിരഞ്ഞെടുത്ത 50 പ്രസ്താവന ചോദ്യങ്ങൾ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് 2024 പുറത്തിറക്കിയ നമ്മുടെ PSC ബുള്ളറ്റിൽ നിന്നുള്ളതാണ് കേട്ടോ. അതോടെ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. 2024 പുറത്തിറക്കിയ PSC ബുള്ളറ്റിൽ നിന്നുള്ള തിരഞ്ഞെടുത്ത 50 പ്രസ്താവന ചോദ്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇതിന്റെ അടുത്ത ഭാഗം സയൻസ് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. ഇത് നമ്മൾ നാളെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവരും ഇത് കാണാൻ ശ്രമിക്കുക. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇത്ര നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങൾ എത്തുന്ന സുഹൃത്തുക്കളാണ്. നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേടാം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, സുഹൃത്തുക്കളെ ഒരുപാട് പേര് ടെലിഗ്രാമിന്റെ ലിങ്ക് ചോദിക്കുന്നുണ്ട്. ടെലിഗ്രാമിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സുഹൃത്തുക്കൾ ടെലിഗ്രാം ലിങ്ക് ഉപയോഗിച്ച് നമ്മുടെ ചാനലിന്റെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും PDF ഫയൽ അതിനകത്ത് ലഭിക്കുന്നതാണ്. സുഹൃത്തുക്കൾക്ക് അത് ഭാവിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ടെലിഗ്രാമിന്റെ ലിങ്ക് കൃത്യമായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. സുഹൃത്തുക്കൾ ജോയിൻ ചെയ്യാൻ മറക്കരുത്.